കഴിഞ്ഞ ദിവസമാണ് ഗ്രാൻഡ് ഫിനാലെക്ക് ശേഷം ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികളും പുറത്തിറങ്ങിയത്. മത്സരാർത്ഥികളുടെ അഭിപ്രായത്തിനായി ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്ത് കാത്തു നിൽക്കുകയും എല്ലാവരും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. പുറത്തിറങ്ങിയ ശേഷം സിജോ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വിന്നറായ ജിൻഡയെ കുറിച്ചുള്ള ചോദ്യത്തോടാണ് സിജോ പ്രതികരിച്ചത്. ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെങ്കിൽ ശക്തമായ PR കൊടുക്കണമെന്നും ഇത്തവണ ഒരുപാട് PRനെ കുറിച്ച് താൻ വ്യക്തമായി അറിഞ്ഞതാണെന്നും ശക്തമായ PR കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെന്നും സിജോ വ്യക്തമാക്കി. ഇത്തവണത്തെ വിന്നർ PR കൊടുത്തിട്ടാണോ വിജയിച്ചതെന്ന ചോദ്യത്തോട് താൻ ഒരാളെ മാത്രമല്ല ഒരു കൂട്ടം ആൾക്കാരെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് സിജോ മറുപടി നൽകിയത്. ജിൻഡോ കപ്പെടുത്തതിന്റെ എക്സൈറ്റ്മെന്റിലാണോ എന്നായിരുന്നു സിജോയിലുള്ള മാധ്യമപ്രവർത്തകന്റെ അടുത്ത ചോദ്യം. വേറൊരാൾ കപ്പടിക്കുമ്പോൾ തനിക്ക് എന്തിനാണ് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നത്? തനിക്ക് അങ്ങനെ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നുവെന്നാണ് സിജോ മറുപടി പറയുന്നത്. ഷോയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് നല്ല സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഉണ്ടെന്ന് മനസ്സിലായെന്നും ജിൻഡോ കപ്പടിക്കുമെന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്നും സിജോ പറയുന്നുണ്ട്. ടോപ്പ് 5-ലെത്തിയ കൂട്ടത്തിൽ താൻ നിന്നിരുന്നത് അർജുന്റെ കൂടെയായിരുന്നുവെന്നും തനിക്കൊരു ബ്രദർ ഫീൽ അർജുനോട് തോന്നിയത് കൊണ്ട് തന്നെ അർജുനൊപ്പമായിരുന്നു നിന്നതെന്നും സിജോ വ്യക്തമാക്കി. ഒരുപാട് നിർഭാഗ്യം തന്നെ വേട്ടയാടിയിട്ടുണ്ടെന്നും തനിക്ക് ഇത്രയും ക്ഷമയുണ്ടെന്ന് മനസ്സിലായത് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണെന്നും അത്തരം ഒരു പ്ലാറ്റ്ഫോമിന് കൊടുക്കേണ്ട ചില വാല്യൂ ഉണ്ട്, ആ വാല്യൂ താൻ നൽകിയെന്നും സിജോ പറയുന്നുണ്ട്. അർജുന് പുറത്ത് നിരവധി ആരാധകരുണ്ടെന്നും ഒരു ജെന്റിൽമാൻ പേഴ്സൺ ആയിട്ടാണ് അർജുൻ നിന്നതെന്നും അതുകൊണ്ട് തന്നെയാകാം ആളുകൾ അർജുനെ സപ്പോർട്ട് ചെയ്തതെന്നും സിജോ വ്യക്തമാക്കി. അതേസമയം സിജോ പറഞ്ഞ വാക്കുകളെ വിമർശിച്ച് ബിഗ് ബോസ് മലയാളത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്നലെ ബിഗ് ബോസ് ഫൈനലിന് ശേഷം ബിഗ് ബോസിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ ഇടേണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് കാട്ടുതീ സിജോയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഒരു പോസ്റ്റ് ഇടണമെന്ന് വെച്ചു. ബിഗ് ബോസ് ഷോ ഒരു അതിജീവനമാണ്. 100 ദിവസം ആ കടമ്പ കടന്ന് വിജയിച്ചതാണ് ജിൻഡോ. അയാളെ ഇന്ന് സിജോ ഒരു ഇന്റർവ്യൂവിൽ അധിക്ഷേപിക്കുന്നുണ്ട്. ജിൻഡോയുടെ വിജയം PR ആണെന്ന് പോലും. ഇവനും ഇവന്റെ ശിങ്കിടി കണ്ണാപ്പിയും ജിൻഡോ ജയിച്ചിട്ട് അഭിനന്ദിച്ചു ഒരു സ്റ്റോറി പോലും ഇടാത്തവരാണ്. എത്ര മോശപ്പെട്ട ആളാണെങ്കിലും ഇവർക്കൊപ്പം ആ വീട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ലേ ജിൻഡോ. അതുപോട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ. സിജോ അടക്കമുള്ളവർ മണ്ടൻ എന്ന് വിളിച്ച് കളിയാക്കിയിട്ടും അയാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ PR അല്ല അതിന് കാരണം. നിങ്ങളെല്ലാം നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ അവസരം കൊടുത്തിട്ടാണ്. പിന്നെ PR അത് ഈ സീസണിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. നിന്റെ PR ചെയ്തതും അവസാനം അവന്മാർ അർജുനെ സപ്പോർട്ട് ചെയ്തതും വിത്ത് സ്ക്രീൻഷോട്ട് എല്ലാവരുടെയും കയ്യിലുണ്ട്. ജിൻഡോ എന്ന വ്യക്തിക്ക് വോട്ട് കൂടിയത് 8 വീക്ക് മുതലാണ്. അതിന് കാരണം ജാസ്മിൻ, രസ്മിൻ, ഗബ്രി തുടങ്ങിയവർ ടാർഗറ്റ് ചെയ്തത് കൊണ്ടാണ് എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. അതേസമയം സിജോ ആയിരുന്നു ആദ്യ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹൗസിൽ ആക്റ്റീവായ മത്സരാർത്ഥി. റോക്കിയുമായുള്ള പ്രശ്നത്തെ തുടർന്ന് സിജോയ്ക്ക് ഷോയിൽ നിന്നും പോകേണ്ടി വന്നതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. തിരികെ ഹൗസിലേക്ക് മടങ്ങി വന്നെങ്കിലും അതോടെ ഹൗസിൽ ജിൻഡോ, ജാസ്മിൻ തുടങ്ങിയവർ ആധിപത്യം ഉറപ്പിച്ചിരുന്നു. മാത്രമല്ല വന്ന് പറഞ്ഞതുപോലെ കാര്യമായി ഒന്നും ചെയ്യാനും സിജോയ്ക്ക് സാധിച്ചില്ല. അതൊക്കെ തന്നെയാണ് സിജോ ഫൈനൽ 5-ൽ നിന്ന് പോലും പിന്തള്ളപ്പെടാൻ കാരണമായത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.